Hello to everyone from Teza. This is my cousin and today we are headed to Kozhikode beach. Kozhikode beach എന്ന് പറയുമ്പോൾ നമ്മുടെ ടൗൺ ബീച്ച് ഒന്നല്ല കേട്ടോ. ഇത് നമ്മുടെ ബംഗാളി പാലമൊക്കെ കയറി ഇറങ്ങി ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എത്തുന്ന കോസ്റ്റൽ റീജിയൻ ആണ്. ആൻഡ് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾ പണ്ട് മുതലേ ഗസ്റ്റ് ഹൗസ് ബീച്ച് എന്നാണ് പറയാറ്. സോ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ഫിഷിംഗ് എൻതൂസിയാസ്റ്റ് ഒക്കെ അല്ലേ, പണിയെല്ലാം കഴിഞ്ഞ് വന്ന് അവരുടെ ഒരു മേജർ ഹോബിയായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോകും. പുഴയിലും കുറേ ആൾക്കാർ കടലിലൊക്കെ വരും. യെസ്, കടലിലൊക്കെ ആയിട്ട് തെറ്റിയിട്ടൊന്നുമില്ല. ബിക്കോസ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് പാറ ഉണ്ട്, കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോലത്തെ കുറേ പാറകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ് സ്പോട്ട്സ് ഉണ്ട്. ആൻഡ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഫിഷ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ ഫിഷിംഗ് റോഡൊക്കെ യൂസ് ചെയ്തിട്ട് ഫിഷ് ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാർ ഇങ്ങനെ പണ്ടത്തെ നമ്മുടെ ചൂണ്ടക്കയറൊക്കെ ഇട്ടിട്ട് ഫിഷ് ചെയ്യും. ആൻഡ് അങ്ങനെ ഫിഷ് ചെയ്യാൻ എൻ്റെ അച്ഛനും പാപ്പന്മാരൊക്കെ പണ്ട് മുതലേ വരാറുണ്ട്. കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങളെയും കൂട്ടാറുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വന്നിട്ട് കുറേ കാലമായി. ആൻഡ് ടുഡേ വി തോട്ട് ഓഫ് കമ്മിങ് ഹിയർ ആൻഡ് ജസ്റ്റ് ഫിൽമിങ് ഇറ്റ്. ഇവിടെ വന്നിട്ട് അവർ ഈ കല്ലിലൊക്കെ നിന്നിട്ടാണ് ഫിഷ് ചെയ്യാറ്. ഗൈസ് അവർ മീൻ പിടിക്കുകയാണ്. ഗൈസ് ടീനുണ്ട്, എൻ്റെ വേറൊരു സിസ്റ്റർ, അവൾ നേരത്തെ വന്നതാണ്. അത് ഇവിടെ ഫുഡൊന്നും വെട്ടിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് നടക്കാൻ. ഗൈസ് പണ്ട് ഞാൻ വന്നിരുന്ന സ്ഥലമാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. കുടുങ്ങിപ്പോയാ സ്പോട്ട്. ഇവിടെ എന്ന് വെച്ചാൽ ബീച്ചിലൊന്നും പോയാൽ കാണുന്ന പോലെയല്ല, ഈ കൈൻഡ് ഓഫ് പാറകളാണ്. ആൻഡ് ഇതിനെ നമ്മൾ അസ്ഥിക്കുഴിയെന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടകളുണ്ട് നടുവിൽ കണ്ടോ. ഒരു വട്ടം ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഓട്ടയിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു ഒരു കര വന്നപ്പം. ആൻഡ് ഇവിടെ നെഞ്ഞത്ത് സ്റ്റക്കായി നിന്ന് പോയി. എന്തോ ഭാഗ്യത്തിന് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് പോയില്ല. ആൻഡ് ഇതാ കണ്ടോ, താഴെ കടലാണ്. ഇങ്ങനത്തെ വലിയ വലിയ ഓട്ടകളുണ്ട്. ഇപ്പം വീണാലും സ്റ്റക്കാവുന്നില്ല. ദിസ് ഇസ് ടീന ഗൈസ്, ദിസ് ഇസ് മൈ സിസ്റ്റർ ആൻഡ് ദിസ് ഇസ് സുനുമാമൻ. ഞാൻ പോയിട്ട് കാണിച്ചു തരാം. എന്താണിത് പാപ്പാ? ഫിഷിങ്ങോ? ഭയങ്കര അഡ്വാൻസ്ഡ് ആണല്ലോ. ഇത് യന്ത്രവൽകൃത ഫിഷിംഗ്, പരമ്പരാഗതം ചെയ്യുന്നു. ഇത് യന്ത്രവൽകൃതാണ്. പരമ്പരാഗതത്തിന് വേറെ കോഴ്സ് ഉണ്ടല്ലേ. ഓക്കെ, എന്തെങ്കിലും മീൻ കുടുങ്ങിയോ? എന്താണ് എര? മാത്യൂസ്. മത്തിയാണോ? ഇതാ എര ഗൈസ്. ഇവിടെ എര ഉണ്ട് ആൻഡ് ടൂൾസ് ഉണ്ട്, കത്തിയൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് പുയിറ്റി. നോക്കൂ ഗൈസ്, രണ്ട് മീൻ നല്ല രസമില്ലേ? വാവ്. ഇങ്ങനെ കടലിലും പുഴയിലൊക്കെ പോയിട്ട് ഫിഷ് ചെയ്യുന്ന ആൾക്കാരെ, പരിചയമുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഓൾറെഡി. കാരണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമല്ല, വലിയ തെരണ്ടി, സ്രാവ്, ഏരി, ചെമ്പല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഫിഷസ്, അൺബിലീവബിളി ഹ്യൂജ് സൈസസിലുള്ള ഫിഷസിനൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ അതും അങ്ങനെ കടലിൽ നിന്ന് പിടിച്ച ആ ഒരു ഫ്രഷായിട്ട് അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന മീനുകൾ ദാറ്റു. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, ഞങ്ങൾ പോയ ദിവസം അങ്ങനെ വലിയ മീനുകളൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും അങ്ങനെ വലുതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണു. ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു സ്പോട്ടിലേക്കാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ലുക്ക് അറ്റ് ദ ടെറൈൻ. വാവ്. ഇതാണ് പരത്തക്കല്ല് ഗൈസ്, പരത്തക്കല്ല്. എല്ലാവരും ഇവിടുത്തെ ഏസ്തറ്റിക്സ് ഫോട്ടോഗ്രാഫി ചെയ്യാം. ഫുള്ളിങ്ങനെ ക്രാബ്സും കുഞ്ഞു കുഞ്ഞു മീൻസും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ പോണ്ടിലേക്ക് ഈ കുഴികളിലൊക്കെ വെള്ളം വന്ന് നിന്നിട്ട്. ഏതോ ഒരു ജുറാസിക് പാർക്കോ ജുറാസിക് വേൾഡോ ആ ഒരു ഫിലിമിൽ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ദാറ്റ് ലിസാർഡിൻ്റെ എഗ് ഷെൽസിൽ നടക്കുന്ന, അതല്ല എഗ്സിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ അതിങ്ങനെ ബ്രേക്കായി പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിതിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ. പിന്നെ നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ച മൊലസ്ക്സ്, പിന്നെ ഈ മോണോപ്ലാക്കോഫോറൻസ്, പോളിപ്ലാക്കോഫോറൻസ്, ഈ കാൽക്കേരിയസ് ഷെല്ലുള്ള ടൈപ്പ് ഓഫ് മൊലസ്ക്സ് ഒക്കെയാണ് ഓർമ്മ വന്നത്. അതിപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതന്നെ ഈ ബൈവാൽസ് അല്ലെങ്കിൽ ഈ മസിൽസ് ഒക്കെ അങ്ങനത്തെ വേറെ എന്തോ വെറൈറ്റിയിൽപ്പെട്ട സാധനങ്ങളാണ് ഈ കല്ലിമ്മലൊക്കെ ഉള്ളത്. ആൻഡ് അതിൻ്റെ ഷെല്ലിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ആൻഡ് ഇവിടെ എന്ത് കാണാനാണ് വന്നതെന്ന് കണ്ടോളൂ കേട്ടോ. ഇവിടെയാണ് കടുക്ക ഉണ്ടാകുന്ന സ്ഥലം, കടുക്കപ്പാറ. ആൻഡ് ഈ നിങ്ങൾ കാണുന്നില്ലേ കുഞ്ഞി കുഞ്ഞായിട്ടുള്ളത്, ഇതൊക്കെ കടുക്കേൻ്റെ കുട്ടികളാണ് ഗൈസ്.
ഇത് കാണാനാണ് നമ്മളിവിടെ വന്നത്. ആൻഡ് വൺസ് അപ്പോൺ എ ടൈം വി യൂസ് ടു കം ഹിയർ ആൻഡ് പ്ലക്ക് ഓൾ ദിസ് കുട്ടി കടുക്കാസ് ടു മേക്ക് എന്താ കടുക്ക അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഈ കുട്ടി കുറ്റായി നിൽക്കുന്ന ഇതൊക്കെ കടുക്കയാണ്. ഓ മൈ ഗുഡ്നസ്, നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ കടുക്കയാണ് കേട്ടോ. ഈ കടുക്ക കടുക്ക കുട്ടി കടുക്ക. ഇത് ഇതാ ഇവിടെ ഇവിടെ ഇത് കടുക്കൊക്കെ വലുതാവുന്നതിന് മുന്നേ ഒരു ആൾക്കാർ പറിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കടുക്കയാണ്. Can you imagine? Oh my good God. ഈ ബ്ലാക്ക് കാണുന്നൊക്കെ കടുക്കയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൊളസ്ക ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ ബൈവാൽഡ് ആയിട്ടുള്ള 2 ഷെല്ലിലായിട്ട് വരുന്ന ഓർഗാനിസത്തിൽ പെടുന്നതാണ് നമ്മുടെ മസിൽസും ഓയിസ്റ്റേഴ്സും ക്ലാംസും ഒക്കെ. അതിൽ മസിൽസ് കണ്ടുവരുന്ന ഈ പരത്തക്കല്ലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇവിടെ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണാറുണ്ട് ഈ ഒരു സൈസിലുള്ള കടുക്കകളൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക സീസണിലൊക്കെയാണ് ഇത് ഉണ്ടായി വരുന്നത്. ആൻഡ് ഈ ഒരു സൈസിലാണ് മെയിനായിട്ട് കാണാറ്. ഇത് ഭയങ്കര വലുപ്പം വെച്ചിട്ടൊന്നും ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. ആൻഡ് അങ്ങനെ വലുപ്പം വെക്കുമെന്നോ അതോ അങ്ങനെ വെക്കാൻ വിടാതെ ആൾക്കാരൊക്കെ അതിന് മുന്നേ പറിച്ചു കൊണ്ടുപോകുന്നതാണോ അതോ ചില കാരണങ്ങളോടെ അതിങ്ങനെ മോശമായി പോകുന്നത്, അതൊന്നും വളരാൻ പറ്റാണ്ട് അങ്ങനെ ചീത്തയായി നശിച്ചു പോകുന്നതാണോ എന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് കടുക്കയൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞ് ഞണ്ടിനെയും കിട്ടിയപ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഏട്ടൻ പറഞ്ഞൊന്ന് കയ്യിലെടുത്ത് നോക്കുന്നു എന്ന് ചോദിച്ചപ്പം വി തോട്ട് ഓഫ് ഗിവിങ് ഇറ്റ് എ ട്രൈ. ആൻഡ് അതിൻ്റെ ക്ലോസൊക്കെ ഇങ്ങനെ വേർപ്പെടുത്തി തന്നപ്പം ഞങ്ങൾക്ക് അത് പിടിക്കാനുള്ള ഒരു ധൈര്യം വന്നു. പക്ഷേ കുഞ്ഞ് ഞണ്ടാണെങ്കിലും നല്ല ബലത്തോടെ പിടിക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഇറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ പോലെ ഇരിക്കും. ഭയങ്കര സ്റ്റിങ്കാവും അത്. ഭയങ്കരമാണ്, നല്ല പെയിൻഫുള്ളാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ അച്ചാറിടാൻ വേണ്ടി കടുക്ക പറിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ആൻഡ് കുറേ നേരം ഞങ്ങൾ ഈ കടുക്കയും ഇവർ വന്ന് ആൾക്കാരൊക്കെ പറിക്കുന്നൊക്കെ കണ്ടിരുന്നു. ഒരു കുട്ടി ഫൺ ഈവനിങ് ആയിരുന്നു. ഇറ്റ് ഫെൽറ്റ് റിയലി ബ്യൂട്ടിഫുൾ. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ ഗൈസ്. I hope you all enjoyed it. Stay tuned until next once. Bye bye.